ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ കാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം നല്ല സൈസ് ഒരു വാഹ അടിച്ച് നമ്മുടെ സ്പോട്ടാണ് കേട്ടോ ഇത്. ഇവിടെ അത്യാവശ്യം നല്ല രീതി മീനിൻ്റെ ആക്ടിവിറ്റിയും വെള്ളമെടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല രീതി മീനുള്ളൊരു സ്പോട്ടാണ്. നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്. ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ നമുക്ക് ആ രാവിലെ ഒരു സ്ട്രൈക്ക് മിസ്സായായിരുന്നു. അതിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാഹയൊക്കെ ഉണ്ട്. വാഹയൊന്നും പെട്ടെന്ന് അങ്ങനെ അടിക്കത്തൊന്നുമില്ല. വല്ല വരാലോ അങ്ങനെ അടിച്ച്. നമുക്ക് ഏറ്റവും കൂടുതൽ മീൻ അടിച്ചിട്ടുള്ളത് ഇങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ടൈമിലാണ് കേട്ടോ. കൊച്ചു വരാലെങ്ങാണ്ടാണ്. ചെറിയൊരു ചേർന്നാണ്. ഇതേ ഇപ്പം അവിടെ ആദ്യത്തെ മീൻ വലിയ സൈസൊന്നും അല്ല, അത്യാവശ്യം ഏകദേശം 1 കിലോയ്ക്ക് അടുത്ത് വരുന്നത് ചേർന്ന കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഹുക്കെടുക്കാം. ഹുക്കെടുത്ത് വെള്ളത്തിലെങ്ങനെ ഉണ്ട്, അല്ലെ പെട്ടെന്ന് ചാവും. ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാവാനുള്ള ചാൻസ്. ചെറിയൊരു കൊച്ചൊരു ചേർന്ന. ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഹുക്കെടുക്കാം. ഇവിടെ ചൂണ്ട കയറിയേക്കണം. ഇത് ശരിക്കും ചൂണ്ട കണ്ടോ? തിരിഞ്ഞിട്ടും ഇല്ല, ഹുക്കായിട്ടും ഇല്ല, എവിടെയും കയറിയിട്ടും ഇല്ലായിരുന്നു. ഫ്രോഗെ കടിച്ചു പിടിച്ചേക്കുമായിരുന്നു ചേർന്ന്. ചേട്ടാ വായിക്കാതെ കയറി അവങ്ങിപ്പോയി ഫ്രോഗ. അങ്ങനെ കരക്കി കയറിയതല്ല, അല്ലാതെ ഹുക്കായിട്ടില്ലായിരുന്നു. വരാൻ്റെ ഒരു സൈസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് വീണ്ടും നമ്മുടെ മീനെ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് നമ്മുടെ കാസ്റ്റിങ് കണ്ടിന്യൂ ചെയ്യണം. നമുക്കൊരു സ്പോട്ട് ഒരു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നല്ലപോലെ അനക്കം വീണ് കഴിയുന്ന ടൈമിൽ ആ പുരിനടി മീനുണ്ടെന്നുണ്ടെങ്കിൽ ചെറുമീനാണെന്നുണ്ടെങ്കിൽ ഇറങ്ങും.
അടിച്ച് അടുത്ത ചെറുത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീൻ കയറിയിട്ടുണ്ട്. അതും ചെറിയൊരു ചേർന്ന കേട്ടോ. നമുക്ക് ആദ്യം കിട്ടിയത് ഇതും ഏകദേശം ഒരേ സൈസാണ്. ഇത് നോക്കിക്കോണേ. ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ താഴെ വെച്ചിട്ട് നോക്കട്ടെ. ഒരു സ്പോട്ട് സെയിം 2 ചെറുമീൻ ഒരേ സൈസ്. ഇതേ നമുക്ക് ആദ്യം കിട്ടിയ ഈ സൈസ് തന്നെ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഹുക്കായിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ചേറിനാണെന്നുണ്ടെങ്കിൽ ചൂണ്ട ഹുക്കായിട്ടില്ലായിരുന്നു. ജസ്റ്റ് അതിൻ്റെ വായിൽ ഫ്രോഗ് അമങ്ങിയിരിക്കുമായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കുടഞ്ഞായിരുന്നുണ്ടെങ്കിൽ പോയേനെ. ഫ്രോഗും കൊള്ളത്തില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ ഫ്രോഗ് മാറ്റിയത് വരും. പക്ഷെ ഇതെന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹുക്കായിട്ടുണ്ട്. നമ്മുടെ ചെറുങ്ങനെ കിടപ്പുണ്ട്. ഉണ്ടോ? നമുക്കെന്തായാലും നല്ലൊരു ദിവസമായിട്ട് കുറച്ച് നേരം ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം കൂടെ കിട്ടിയാലോ. അടിച്ച് നമുക്ക് അടുത്ത് വന്ന് കിട്ടിയ സ്ട്രൈക്കാ. ഭയങ്കര സൈസിൽ ചേർന്ന കേട്ടോ. നമുക്ക് പ്രതീക്ഷിക്കാതെ അടുത്ത് വന്ന് അടിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ ഇന്നത്തെ 3ാമത്തെ ചെറുമീൻ. ഇത് ആദ്യം കിട്ടിയ 2 എണ്ണം നമുക്ക് ചെറുതായിരുന്നു. ചെറുതെന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോയ്ക്ക് അടുത്തേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല ഒരെണ്ണം സൈസാണ് കേട്ടോ. ചൂണ്ടയിൽ നിന്ന് തന്നെത്താനെ വിട്ട് കേട്ടോ. ചെറിയൊരു ഹുക്കേ ഉള്ളായിരുന്നു. ഇതിനകത്ത് പെട്ടെന്ന് കരക്കി കയറിയ, പക്ഷെ നല്ല ഫൈറ്റായിരുന്നു. പ്രതീക്ഷിക്കാതെ വന്ന് അടിക്കുകയും ചെയ്ത് പെട്ടെന്ന് താത്തോണ്ട് പോകുമായിരുന്നു. ഇതെല്ലാം കൂടി 3ാമത്തെ ചെറുമീൻ. ഇതിനെ നമ്മൾ ലാസ്റ്റ് കാണിക്കാം. മറ്റേ 2നെ നമ്മൾ വെള്ളത്തിൽ കൊണ്ടിട്ട്, ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാകും. അതുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് വെള്ളത്തിലോട്ട് കൊണ്ടിട്ടായിരുന്നേ. ഇതിനെ ഇവിടെ വെച്ചിപ്പോൾ നമ്മൾ കാണിക്കും.
നമ്മളെന്തായാലും ഇന്നത്തെ കാസ്റ്റിംഗ് നിർത്തുവാണ്, കാരണം നമുക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം കൂടുതൽ നേരം നമുക്ക് ഇനി എറിയാനുള്ള ടൈമില്ല. എറിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്തായാലും നമ്മൾ നിർത്തുക. നമുക്ക് ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു സ്പോട്ടിൽ നിന്ന് സെയിം സ്പോട്ടിൽ നിന്ന് 3 ചേർമീൻ. അപ്പോൾ നമുക്കിന്ന് അടിച്ച 3ാമത്തെ ചേർമീനാണ് കേട്ടോ. ഒരു സൈറ്റിൽ നമ്മൾ പിടിച്ച 3 ചേർമീൻ. അതിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സൈസ് എന്ന് പറയുന്നത്, ബാക്കി രണ്ടും ഏകദേശം 1 കിലോയ്ക്ക് അടുത്ത് വരുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.